കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു അമ്പലക്കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കേൾക്കാത്തവരൊക്കെ പോയി കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു കുറച്ച് കഥയായാലോ. കഥകളി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ അപ്പൂപ്പൻ്റെ നാടാണ് കേട്ടോ. എൻ്റെ അപ്പൂപ്പൻ്റെ നാട് ചേർത്തലയാണ്. അവിടെ കഥകളി സ്ഥിരമാണ്, അവിടെ ഉത്സവത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഥകളി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരിക എൻ്റെ അപ്പൂപ്പൻ്റെ ചേർത്തലയാണ്. അപ്പൂപ്പനാണെങ്കിൽ നല്ലൊരു കഥകളി പ്രേമിയായിരുന്നു കേട്ടോ. കഥകളി എവിടെ ഉണ്ടോ അവിടെയൊക്കെ കാണാൻ പോവല്, എഫർട്ടിട്ട് കാണാൻ പോവലില്ല. പക്ഷേ ടി വിയിൽ കഥകളി വരിക, ഉത്സവത്തിന് പോകുമ്പോൾ കഥകളിയാണ്, അപ്പോഴൊക്കെ ആസ്വദിക്കണ ആളാണ് കേട്ടോ. കഥകളി ആസ്വാദകനാണ് അപ്പൂപ്പൻ. ടി വിയിൽ കഥകളി വന്നാൽ പിന്നെ ആ ചാനൽ മാറ്റില്ല. അധികം ചാനലൊന്നും ഞങ്ങളുടെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും കഥകളി വന്നാൽ അതും വെച്ചുകൊണ്ട് അവിടെ ഇരിക്കും. ഞങ്ങൾക്കാണെങ്കിൽ കഥകളി എന്ന് പറയുന്ന സംഭവമേ അറിയില്ല. അപ്പൂപ്പൻ ഈ കഥകളി പ്രാന്ത് വരാൻ കാരണം ചേർത്തല തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അപ്പൂപ്പൻ്റെ നാട്ടിൽ ഏത് സമയവും പോകുമ്പോൾ കഥകളി കാണാറുണ്ട് ഞങ്ങൾ കേട്ടോ. അപ്പോൾ ആകെ ഞങ്ങൾ വർഷത്തിൽ 3 തവണയാണ് കഥകളി കാണാനല്ല അപ്പൂപ്പൻ്റെ നാട്ടിലേക്ക് പോവാറ്. അപ്പോൾ അവിടെ എന്തായാലും കഥകളി നടക്കുന്നുണ്ടാവും രാത്രി സമയത്ത്. അവിടെ ഉത്സവ സമയത്ത് ഫുൾ ബുക്കിംഗ് ആണ് കഥകളിക്ക് കേട്ടോ. അപ്പം നേരത്തെ തന്നെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്താലാണ് കഥകളി ഓരോരുത്തർക്ക് ബുക്കിംഗ് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഫുൾ ടൈം കഥകളി ഉണ്ടായിരിക്കും. ഞാനായതായിട്ട് കഥകളി കാണുന്നത് അവിടെ വെച്ച് തന്നെയാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ കഥകളിയുടെ മേക്കപ്പ് റൂമിലേക്കാണ് ഞങ്ങൾ ആദ്യം പോവുക. അവിടെ അത്താഴോട്ടുണ്ടാവും കേട്ടോ. അത്താഴോട്ട് കഴിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു സൈഡിലാണ് മേക്കപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ മേക്കപ്പ് നോക്കിയിരിക്കലാണ് ഞങ്ങളുടെ പ്രധാന ഹോബി. നല്ല രസമല്ലേ മേക്കപ്പ്? കഥകളി കാണുന്നേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടം കഥകളിയുടെ മേക്കപ്പ് കാണുന്നതാണ് കേട്ടോ. അപ്പൂപ്പൻ്റെ നാട്ടിലേക്ക് നമ്മൾ കൊല്ലത്തിൽ 3 തവണയേ പോകുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഒന്ന് അപ്പൂപ്പൻ്റെ പിറന്നാളിന് തൊഴാൻ വേണ്ടി പോകും, പിന്നെ ഉത്സവ സമയം വെക്കേഷൻ സമയമാണ് കേട്ടോ. അപ്പോൾ വെക്കേഷനുള്ള ടൂറ് ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ ചേർത്തലയ്ക്കാണ് കേട്ടോ ടൂർ പോണത്. ചേർത്തല പോകാൻ നല്ല ഇഷ്ടമാണ്. അവിടെ ചേർത്തലയിലത്തെ മണൽ കാണണം, നമ്മുടെ പഞ്ചസാര മണലില്ലേ. ഞങ്ങൾ പണ്ടൊക്കെ പോകുമ്പോൾ അവിടുന്ന് പഞ്ചസാര മണൽ കോരി വീട്ടിലേക്ക് കൊണ്ടുവരും. അത്ര വെള്ള കളറ്, നമ്മുടെ കടലിലുള്ള മണ്ണല്ല, വെള്ള കളറ് മണ്ണാണ് അവിടെ. ശരിക്കും പഞ്ചസാര മണലാണ്. അപ്പോൾ അവിടെ ചെന്ന് കളിക്കാൻ നല്ല രസമാണ്. അമ്പലത്തിൻ്റെ ചുറ്റും പഞ്ചസാര മണലാണ്. അതിൻ്റെ ഉള്ളിൽ കാലൊക്കെ ഇട്ട് കളിക്കലാണ് ഞങ്ങളുടെ പ്രധാന ഹോബി. അപ്പോൾ അവിടെ ചെല്ലാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ നിറച്ച് കുളങ്ങളാണ്, എല്ലായിടത്തും കുഞ്ഞു കുഞ്ഞു കുളങ്ങളുണ്ടാവും. ഈ മണലിലുള്ള കുളങ്ങളും അതൊരു നല്ലൊരു രസമുള്ള സ്ഥലമാണ് കേട്ടോ ചേർത്തല. വിശേഷം പറഞ്ഞതേ കഥകളിയുടെ നമ്മുടെ വിശേഷം പറയാൻ മറന്നുപോയി. അപ്പം അങ്ങനത്തെ നമ്മുടെ കഥകളി, പണ്ടത്തെ നമ്മുടെ കഥകളിയാണ് ഇത് നമ്മുടെ കുഞ്ഞമ്പലത്തിലും വന്നേക്കണത് കേട്ടോ. 2-3 കൊല്ലം മുമ്പേ വന്നു തുടങ്ങിയതാണ് കേട്ടോ നമ്മുടെ അവിടുത്തെ അമ്പലത്തിൽ കഥകളിയുടെ ഒരുക്കങ്ങൾ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം കൃഷ്ണനാട്ടമൊക്കെ ആയിരുന്നു. ഇക്കൊല്ലം നമ്മുടെ സന്താന ഗോപാലൻ കഥകളിയാണ് കേട്ടോ നമ്മുടെ അവിടെ ഉള്ളത്. അപ്പോൾ സന്താന ഗോപാലത്തിൽ ലാസ്റ്റ് സമയത്ത് കുറച്ച് കുട്ടികളെ വേണം. അപ്പോൾ മേക്കപ്പിലാണ് മീനാക്ഷി. ആ കുട്ടികളിൽ മീനാക്ഷിയും ജാനും ഒക്കെ പെട്ടിട്ടുണ്ട് കേട്ടോ. കുട്ടികളുടെ ഇത് ഞാൻ വിചാരിച്ചു കുറച്ച് നേരമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ കുറേ സമയം അവർക്ക് ആ സ്റ്റേജിൽ നിന്ന് കഥകളിയുടെ ഒപ്പം തന്നെ അവർക്ക് എന്താ പറയുക, കഥകളിയുടെ ഇതിൽ പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമായിട്ടാണ്. കുട്ടികളൊക്കെ വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അവരൊക്കെ കഥകളിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബ്രാഹ്മണൻ്റെ കുട്ടികളായി എല്ലാവരും മേക്കപ്പൊക്കെ ചെയ്ത് മുണ്ടൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്, ചന്ദനക്കുരിയൊക്കെ തൊട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വൈകുണ്ഠത്തിലിരിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എനിക്ക് പണ്ട് കുട്ടിക്കാലത്ത് ഇതേമാതിരി കഥകളി എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമല്ലേ. അപ്പോൾ പിള്ളേർക്കും അങ്ങനെ തോന്നുന്നുണ്ടാവുമായിരിക്കുമല്ലേ. ഈ സന്താനഗോപാലം കഥകളി എന്ന് പറയുമ്പോഴേ ഞാനിത് പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. സന്താനഗോപാലം കഥകളിയാണ് അവിടെ മിക്കപ്പോഴും ഉണ്ടാവുക മരുത്തോർവട്ടത്ത്. അവിടെ കുട്ടികൾ ഈ സന്താനഗോപാലം കഥകളി ഓരോരുത്തരും വഴിപാടായിട്ട് കഴിപ്പിക്കണത് കുട്ടികൾ ഉണ്ടാവാത്തവർക്ക് ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയൊക്കെ അങ്ങനെ വഴിപാടായിട്ട് അവിടെ കഴിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ സന്താനഗോപാലം കഥകളി ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കിപ്പോഴാണ് അതിൻ്റെ കഥയൊക്കെ മനസ്സിലായത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ യൂട്യൂബും ഗൂഗിളൊക്കെ ഉള്ള കാരണം നമുക്ക് എന്താ കഥ എന്നുള്ളത് പെട്ടെന്ന് സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ തന്നെ കഥകളി തുടങ്ങണതിന് മുമ്പ് അവരൊരു വിവരണം തരുന്നുണ്ടാവും കേട്ടോ. പണ്ട് കുട്ടിക്കാലത്ത് അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ. അപ്പോൾ ഇപ്പോഴാണ് കഥകളിയുടെ സന്താനഗോപാലത്തിൻ്റെ കഥയൊക്കെ എനിക്ക് കിട്ടിയത് കേട്ടോ. കഥ എന്ന് പറയുന്നത് ബ്രാഹ്മണന് ഒരു 8 കുട്ടികളുണ്ടാവും. അപ്പോൾ ഓരോ കുട്ടികളും മരിക്കുമ്പോഴും കൃഷ്ണൻ്റെ അടുത്ത് വന്ന് പരാതി പറയുമ്പോഴും കൃഷ്ണൻ അതൊന്നും ശ്രദ്ധിക്കണില്ല. അപ്പോൾ ലാസ്റ്റ് 8ാമത് കുട്ടി മരിച്ചപ്പോൾ അർജുനൻ കണ്ടു ഇത്
ഇങ്ങനെ ബ്രാഹ്മണൻ ഇങ്ങനെ വിഷമിച്ചിരിക്കണ കണ്ടപ്പോൾ ബ്രാഹ്മണനോട് പറഞ്ഞു, ഇനി അടുത്ത കുട്ടി ഉണ്ടാകുമ്പോൾ എന്നോട് പറയണം, അടുത്ത കുട്ടീനെ ഞാൻ എന്തായാലും രക്ഷിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അർജുനൻ ബ്രാഹ്മണനോട് പറയാണ് കേട്ടോ. പക്ഷേ ആ കുട്ടീനെയും അർജുനനെ രക്ഷിക്കാൻ പറ്റിയില്ല. ആ കുട്ടിയും ഉടലോടെ സ്വർഗത്തിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ അർജുനൻ തീയില ചാടി മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ മരിക്കാൻ പോകുമ്പോൾ കൃഷ്ണൻ പറയാണ്, നിൻ്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്. നമുക്ക് ആ കുട്ടികളൊക്കെ വൈകുണ്ഠത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് അർജുനനെയും കൊണ്ട് വൈകുണ്ഠത്തിൽ വന്ന് കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്തില്ല, കുട്ടികളെയൊക്കെ വാങ്ങിച്ച് ബ്രാഹ്മണൻ്റെ കയ്യിൽ കൊടുക്കണ ഒരു കഥയാണ് ഇതിൽ പറയണത് കേട്ടോ. അപ്പോൾ ആ കുട്ടികളായിട്ടാണ് നമ്മുടെ പിള്ളേരെല്ലാവരും ഒരുങ്ങിയിരിക്കണത്. ഇപ്പോൾ 8 കുട്ടികളോ 9 കുട്ടികളോ അങ്ങാണ്ട് മതി കുട്ടികളായിട്ട്. ഇപ്പോൾ 10-11 പിള്ളേരുണ്ടെന്നുകൊണ്ട്, പക്ഷെ അവരെല്ലാ കുട്ടികളെയും ചെന്നവരൊക്കെ കയറ്റി കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും ഹാപ്പി ആയിട്ടുണ്ട്. ഈ കുട്ടികളെ കൂടാണ്ട് വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിൻ്റെ അടുത്തിരിക്കണ മഹാലക്ഷ്മി ആയിട്ട് നമ്മുടെ ദുർഗയ്ക്ക് വേഷം കിട്ടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടാണ്. ദുർഗ എന്ന് പറയുന്നത് നമ്മുടെ സനേഷിൻ്റെയും ശാലിനിയുടെയും മോളാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ആൾക്കാണ് മഹാലക്ഷ്മിയായിട്ട് വേഷം കെട്ടി നമ്മുടെ കഥകളിയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയും അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്തവണ കഥകളി കാണാൻ ഫ്രണ്ട് റോയിൽ തന്നെ ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽ പെട്ടത് അവരുടെ കാലുകളുടെ ആ മൂവ്മെൻ്റ് ആട്ടാ. കാലുകൾ ഇങ്ങനെ പൊന്തിച്ചും ഒരു എന്തൊക്കെയോ കാണിച്ചൊക്കെ വയ്ക്കുന്നുണ്ട്. ഇരിക്കുമ്പോഴും ആ കാലുകളുടെ ആ പൊസിഷനൊക്കെ കറക്റ്റാക്കിയിട്ട് അവർ വയ്ക്കണ, അതാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധയിൽ പെട്ടേട്ടാ. അപ്പോൾ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. അങ്ങനെ കഥകളിയുടെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ വൈകുണ്ഠത്തിൽ നിന്ന് പിള്ളേരെയൊക്കെ കൊണ്ടുവന്നു. ദേ ഇനി ബ്രാഹ്മണന് അർജുനനും കൃഷ്ണനും കൂടിയും ഓരോ കുട്ടികളെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ കുട്ടികളെ കൊടുക്കുമ്പോഴും അതിനെ പറ്റി വർണ്ണിച്ചിട്ടൊക്കെയാണ് കൊടുക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും അതൊരു ഭയങ്കര ഒരു സന്തോഷമായിട്ടാണ്. അവരെ കളിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെ കൊണ്ടുവന്ന് കിടന്ന് അങ്ങോട്ട് കൈമാറണത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഇപ്പം ഞങ്ങൾക്കൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള പിള്ളേരുകളൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ നിരന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളെയൊക്കെ കിട്ടി. ഇതേ ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിക്കും ഒക്കെ സന്തോഷമായിട്ടുണ്ട്. അതേപോലെ അർജുനനും കൃഷ്ണനും ഒക്കെ സന്തോഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കും ഒരുപാട് സന്തോഷമായിട്ടാണ്. നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ കഥകളിയുടെ ഒപ്പം ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ നിരന്ന് നിൽക്കണ കാണാൻ എല്ലാവർക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കഥകളി ആയിരുന്നു കേട്ടോ. നന്നായി മനസ്സിലൊക്കെ ആയിട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാവും കേട്ടോ. കഥകളി മേക്കപ്പ് മാത്രമല്ല, കാണുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒരു അടിപൊളിയായിരുന്നു കഥകളി ദിവസം. അങ്ങനെ കഥകളിയൊക്കെ കഴിഞ്ഞതേ എല്ലാവരും ഹാപ്പി ആയിട്ട് പിരിയാണ്. അപ്പോൾ ഒരു 11 മണി കഴിഞ്ഞിട്ടാ കഥകളി കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞതേ നമ്മുടെ പായസപ്രസാദമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അപ്പോൾ നമ്മുടെ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണു. അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവരൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
ലൈക്ക് ചെയ്യണതിനോടൊപ്പം കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. മടങ്ങുകയാണ്. മീനാക്ഷിയൊക്കെ എല്ലാവരും കലാമണ്ഡലമായി.